എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം വീരപുമാൻകളിൽ വീണവരിൽ. കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം വീരപുമാൻകളിൽ വീണവരിൽ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയതോർത്ത് കർത്താവിന് സ്തോത്രം. ചില നിമിഷങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. കർത്താവിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തന്നെ അവിടുന്ന് ഞങ്ങളെ കർത്താവെ നിയന്ത്രിക്കുന്നതോർത്ത് സ്തോത്രം. വചനം അവിടുത്തേത്, എളിയവൻ അവിടുത്തേത്. കർത്താവെ ഞങ്ങളെ സ്വർഗ്ഗം ഇവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ. ഒരുമിച്ച് ദൈവവചന ചിന്തകൾ ഒരുമിച്ച് പങ്കിടുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി സ്വർഗ്ഗം ഇവിടുന്ന് തീർക്കും. ദൈവം അങ്ങനെ ചെയ്യുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. May the name of the Lord be glorified. ഇന്ന് രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം അവസരം നൽകിയല്ലോ, അതോർത്ത് സ്തോത്രം ചെയ്യും. I'm grateful to God for this opportunity we all have to be in God's presence today. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. Today God's presence is in our midst. പൂർണ്ണമായി അത് അനുഭവിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. I thank God for those of you who are experiencing that. നാം ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാനായി ഇവിടെ കടന്നു വന്നത്. We came here to worship God this morning. ദൈവം ദൈവസഭയ്ക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട 7 ഉപദേശങ്ങൾ ഒരു ഉപദേശമാണ് കൂട്ടായ്മ എന്നുള്ളത്. Of the 7 principles God has given to the church, one is fellowship. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് ഇന്ന് പകലും നാം ദൈവത്തെ ആരാധിപ്പാൻ ഇവിടെ കടന്നു വന്നത്. That is why we came here this morning. തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. May the Spirit of God speak to us today. ഒരു വേദഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. Let's turn to a passage. ഉൽപ്പത്തി പുസ്തകം Genesis 49 അധ്യായം chapter 49 22 വാക്യം. verse 22. ആമേൻ. ആമേൻ. ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം. Joseph is a fruitful vine. നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. A fruitful vine near a spring. ഫലപ്രദമായി തീരുവാൻ To become fruitful, നാം കടന്നു പോകേണ്ടുന്ന വഴികൾ എന്ത് എന്ന് പറഞ്ഞ് എനിക്ക് ലഭിച്ച സമയത്തിൽ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. I would like to talk to you about the paths we need to take to be fruitful. ഇവിടെ ഇരിക്കുന്നവർ മിക്കവരും എന്നെ പരിചയമുള്ളവരാണ്. Most of you sitting here know me. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിലും അതിനു മുമ്പിലത്തെ ആഴ്ചയിലും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. I was here last week and the week before that. എന്നാൽ ഒരിക്കൽ കൂടെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാജേഷ് എന്നാണ്. I will introduce myself again. My name is Rajesh, Pastor. ആമേൻ. എൻ്റെ സ്വദേശം കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ്. I live in Kollam in Kerala. ആമേൻ. എന്നാൽ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ സാക്ഷ്യവും നിമിത്തം മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിൻ്റെയും മഹാരാഷ്ട്രയുടെയും ബോർഡർ ബോംബെയിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ദൂരത്തിൽ പാൽഗർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. I've been serving the Lord in Maharashtra in a town called Pagam. എൻ്റെ സാക്ഷ്യങ്ങൾ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. I would like to talk to you a little bit about my testimony as well. ആമേൻ. ഇവിടെ നാം വായിച്ച വാക്യത്തിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ സാക്ഷ്യവും ഒരുമിച്ച് പറഞ്ഞ് ഈ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. I would like to share to you from this passage and also a little bit from my testimony.
ഒരു വ്യക്തി ഫലപ്രദമായി തീരാൻ ഏതൊക്കെ അവസ്ഥയിലൂടെ താൻ കടന്നു പോകണം? For a person to be fruitful, what are all the circumstances they need to go through? യോസഫിനെ നമുക്ക് പരിചയമുണ്ട്. We know Joseph. ആമേൻ. എപ്പോഴും നാം കേൾക്കുന്നതാ യോസഫിനെ കുറിച്ച്. We always hear about Joseph. ഒത്തിരി കാര്യങ്ങൾ യോസഫിനെ കുറിച്ച് പറയുവാനുണ്ട്. There's so many things to say about Joseph. യാക്കോബിന് ദൈവം കൊടുത്ത 12 മക്കൾ. Jacob got 12 children from the Lord. 13 മക്കളുണ്ട്, ഒരു മകള്, 12 ആൺമക്കൾ. 13 children total, 1 daughter, 12 boys. എല്ലാവർക്കും അറിയാമെന്ന് ചിന്തിക്കുന്നു. എങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. റൂബൻ, ശിമ്യോൻ, ലേവ്യ, യഹൂദ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ഇസ്സാഖാർ, സെബൂലൂൻ, യോസഫ്, ബെന്യാമീൻ. ഇങ്ങനെ 12 പേർ. So pastor just listed the 12 children of Jacob. ലാസ്റ്റ് ഒറ്റ വ്യക്തി ദീനാമ. ആമേൻ. ഇങ്ങനെ 13 പേരടങ്ങുന്നതാണ് ആ കുടുംബം. The daughter's name was Dinah. അവരെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് വേണം പറയുവാൻ. ഗോത്രപിതാക്കന്മാരുടെ പേര് വന്നപ്പോൾ അവരുടെ പേരുകളാ നമ്മൾ വായിക്കുന്നത്. They are the fathers of the 12 tribes of Israel. എന്നാൽ അതിൽ നിന്നും 2 പേരെ ഒഴിവാക്കി അതിലേക്ക് വേറെ 2 പേരെയും കൂടെ കയറ്റി, മനശ്ശെ, എഫ്രയീം. അങ്ങനെ 12 ഗോത്രങ്ങൾ എഴുതപ്പെട്ടു. അത് മാറ്റിയതൊക്കെ എന്താണെന്നൊക്കെ നമുക്കറിയാം. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. Manasseh and Ephraim we know were added to the group. എന്നാൽ ഇവിടെ വായിക്കുന്നത് യോസേഫ് ഫലപ്രദമായ വിഷം. We read that Joseph is a fruitful vine. നമ്മളൊക്കെ ഫലപ്രദമായി തീരണം. We have to be fruitful. ഫലപ്രദമായി തീരുന്നുണ്ടോ നമ്മൾ? Are we fruitful? നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഫലം എങ്ങനെയാ? What is the fruit that we're giving to the Lord? വരങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. We desire gifts from the Lord. 9 വരങ്ങളുണ്ടല്ലേ? There are 9 gifts. കൊരിന്ത്യ ലേഖനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് 9 വരങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. When we read in Corinthians, we read about the 9 gifts. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 9 ഫലങ്ങളുമുണ്ട്. In Galatians, we read about 9 fruits. ആത്മാവിന്റെ വരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും. There are gifts and there are fruits. ഇതൊക്കെ നമ്മിൽ ഉണ്ടാകണം. These all should be in us. എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി തീരത്തുള്ളൂ. This is the only way our Christian life will be blessed. എങ്ങനെയെങ്കിൽ യോസേഫ് എങ്ങനെയാ ഫലപ്രദമായി തീർന്നത്? How did Joseph become fruitful? ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 41 വരെയുള്ള അധ്യായങ്ങൾ നമ്മുടെ ചിന്തയാണ്. Well, in Genesis 37 to 41, we read about this. 3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. I would like to talk about 3 things. യോസേഫ് ഫലപ്രദമായത് എങ്ങനെയാ? How did Joseph become fruitful? നമുക്കും ഫലപ്രദമാകണ്ടേ? We need to be fruitful too, no? എളുപ്പമൊന്നും ഫലപ്രദമാകാൻ പറ്റത്തില്ല. It is not easy to become fruitful. ഏതെങ്കിലും ഒരു വൃക്ഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയോ നട്ടാൽ നമ്മൾ അതിൽ നിന്നും ഫലം ആഗ്രഹിക്കുന്നത് ഇന്ന് നട്ടാൽ നാളെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. We plant a tree today, we do not expect the fruit tomorrow. പക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൽ ഫലം ഉണ്ടാകണം. But as days pass, fruit will come. ഫലം ഉണ്ടായില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വെട്ടിക്കളയും. If fruit does not come, we will cut it off, right? നമ്മളിൽ ഫലം ഉണ്ടായില്ലെങ്കിലോ? What if there's no fruit in us? നമ്മളിൽ ഫലം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ സ്ഥാനത്തേക്ക് ദൈവം വേറെ ചിലരെ തിരഞ്ഞെടുക്കും. If we are not producing fruits for the Lord, we will be replaced by the Lord. അതെന്റെ ചിന്തയല്ല. എങ്കിലും ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കണ്ട, അവിടെ യേശു വേറെ 70 പേരെ തിരഞ്ഞെടുത്തു. In Luke chapter 10, we read that a separate branch was taken in. 9-ാം അധ്യായത്തിൽ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. In chapter 11, we read the 12 disciples were taken. 12 പേരിൽ ഇല്ലാത്ത ചില ഗുണങ്ങൾ 70 പേരിൽ കണ്ടപ്പോൾ ദൈവം അവരെ തിരഞ്ഞെടുത്തു. So when there were fruits that were not visible in the 12 disciples, Jesus took a separate 70 disciples. അങ്ങനെയെങ്കിൽ നമ്മിൽ ഫലമില്ലെങ്കിൽ, if there is no fruit in us, മറ്റു ചിലരെ ദൈവം തിരഞ്ഞെടുക്കും. God will select others. അങ്ങനെയെങ്കിൽ ഫലപ്രദമായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? So to become fruitful, what do we need to do? ഒരു വാക്യം മാത്രം അവിടെ നമ്മൾ വായിക്കുന്നു. We just read one verse here. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 4-5 വാക്യങ്ങൾ. Genesis 37 verse 4 and 5. അതിനുശേഷം അതിന്റെ 12 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. Then 12 to 41 read at home. 37 4-5 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? Genesis 37 4 and 5. കണ്ടിട്ട് മതിയേ. When his brothers saw that their father loved him more than any of them, they hated him. യോസേഫിനെ തന്റെ അപ്പൻ കൂടുതൽ സ്നേഹിച്ചു. Jacob loved Joseph more than his brothers. അപ്പന്മാര് കൂടുതൽ സ്നേഹിച്ച ചിലരെങ്കിലും ഇവിടെ ഉണ്ടാകും.
There may be some sitting here that fathers love more than ചിലരെ others. അപ്പന്മാർ സ്നേഹിക്കും, ചിലരെ അമ്മമാർ സ്നേഹിക്കും. Some the fathers will love, some the mothers will love. അതും പ്രശ്നമാ കേട്ടോ. That can also be problematic. മക്കളോടൊന്നും അങ്ങനെ കാണിച്ചേക്കരുത്. That's not good to show to your children. അങ്ങനെ കാണിച്ചിടത്തൊക്കെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. That can cause failures later in life. രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ടുപേരെ ഒരുപോലെ സ്നേഹിച്ചോണം. When you have two children, you should love them both the same. ഇവിടെ യോസേപ്പിനെ തന്റെ അപ്പൻ കുറച്ച് കൂടുതൽ സ്നേഹിച്ചു. Joseph was loved a little bit more by his father. പക്ഷെ സഹോദരന്മാർ അവനെ പകച്ചു. But his brothers hated him. ഇന്ന് പകൽ ഫലപ്രദമായി നാം തീരണമെങ്കിൽ This morning, if you want to become fruitful, ഒറ്റപ്പെടലുകളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. you have to go through some loneliness. ഒറ്റപ്പെട്ടു പോകും കേട്ടോ. You will become lonely. ചില സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന് വന്നേക്കാം. In some circumstances, you'll be lonely. യോസേപ്പിനെ സഹോദരന്മാരെല്ലാം വെറുത്തെന്ന്. Joseph was hated by his brothers. 11 പേരോടുകൂടെ ഓടിച്ചാടി കളിക്കേണ്ടുന്ന പ്രായമായപ്പോൾ അവരൊക്കെ യോസേപ്പിനെ വെറുത്തെന്ന്. When Joseph was supposed to be running around and playing with those 11 brothers, they hated him. നിങ്ങളെ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ? Does anyone hate you? സഹോദരന്മാർ ആരെങ്കിലും വെറുത്തിട്ടുണ്ടോ? Do your brothers hate you? കൂടെ നിന്നവർ ആരെങ്കിലും വെറുത്തിട്ടുണ്ടോ? Is anyone standing by you hate you? ഓർത്തോണം, നീ ഒരു ഫലപ്രദമായി തീരാൻ പോകുകയാ. You will become fruitful also. നീ ഒരു ഫലപ്രദമായി തീരാൻ പോകുകയാ. You will become fruitful also. എങ്ങനെയാ താൻ ഫലപ്രദമായത്? How did Joseph become fruitful? 17-ാമത്തെ വയസ്സിൽ ഒരു ദർശനം കണ്ടു. At age 17, he saw a vision. അതായത് ഇതിനെല്ലാം പ്രശ്നം. That was the problem. ദർശനമുള്ളവൻ എന്നും പ്രശ്നമുണ്ട്. When you have a vision, you'll have problems. ദർശനം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്നും പ്രശ്നമായിരിക്കും. When you have a vision, you will have problems. അപ്പൊ പാസ്റ്ററെ ഞങ്ങൾ ദർശനം പ്രാപിക്കാതിരുന്നേക്കാം. So is it better to not have visions? അങ്ങനെ പറ്റത്തില്ല. No, that's not good. ക്രിസ്തീയ ജീവിതത്തിൽ ദർശനമുള്ളവരായി നമുക്ക് തീരണം. In Christian life, you should have vision. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, This morning, child of God who worships നമുക്കൊരു him, ദർശനമുണ്ട്. let's have a vision. ഈ സഭയ്ക്കൊരു ദർശനമുണ്ട്. This church has a ഇവിടുത്തെ vision. ദൈവദാസനൊരു ദർശനമുണ്ട്. The servant of God here has a vision. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു ദർശനമുണ്ടാകണം. ഞാൻ ആരാധിക്കുന്ന സഭ, ഞാൻ, എന്റെ ഭവനം, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. We should also have a vision this morning. My church, my family, we should be blessed. പക്ഷെ അതിന് യോസേപ്പ് എന്ന് ദർശനം കണ്ടോ അന്ന് മുതൽ ഒറ്റപ്പെട്ടു. From the time that Joseph saw the vision, he was lonely. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോയതാ. He came to see a well-being of his brothers. 37-ാം അധ്യായം നമുക്ക് സുപരിചിതമാണല്ലോ. ഞാൻ വേഗം ഓടിച്ചു പോകാം. അവരെല്ലാം കൂടെ എടുത്ത് കുഴിയിലിട്ടു. In 37, we know, Genesis 37, he went to see the well-being of his brothers, but they took him and put him in a hole. കുഴി വീണിട്ടുണ്ടെങ്കിൽ ഓർത്തോ, നിന്നെ അവിടുന്ന് കയറ്റാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. If you were thrown into a pit, remember, God will bring you out. അവിടെ തന്നെ വീണ്ടും ചവിട്ടി താക്കത്തില്ല. എന്റെ കർത്താവ് നിദർശനമുള്ളവനാണെങ്കിൽ നിന്നെ ഉയർത്തി മുകളിൽ കൊണ്ടുവരാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ ഫലപ്രദമായി തീരുവാൻ ഒറ്റപ്പെടലുകളിലൂടെ കടന്നുപോയേ പറ്റത്തുള്ളൂ. Amen. If you have been in a pit, you will not fail there. God will bring you out. If you have the vision, he will bring you through. ഒറ്റപ്പെട്ടവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? Is there anyone here who has been lonely? ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് കേട്ടോ. Everyone gets lonely in their life. പ്രത്യേക പാസ്റ്റർമാരാകുന്ന ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതലാ. Pastors get especially lonely. ഒത്തിരി ഒറ്റപ്പെടലുകൾ സഹിച്ചവരുണ്ട് കേട്ടോ. There are many of you who have been very lonely. കൂടെ നിന്നവരൊക്കെ കാലുവാരിയപ്പോൾ When those who stood with you moved back, ഇന്നയോളം നടത്തിയ ഒരു കർത്താവുണ്ട്. the Lord brought you this far. ഇന്ന് പകൽക്ക് ഒറ്റപ്പെടുത്തലുകൾ ജീവിതത്തിൽ വരുമ്പോൾ ഓർക്കണം, ഫലപ്രദമാകാൻ വേണ്ടിയാ. When you have loneliness in your life, remember it's to become fruitful. നീ ഒരു നല്ല ഫലവൃക്ഷമായി തീരണമെങ്കിൽ, To become fruitful, നല്ലൊരു ഫലവൃക്ഷമായി തീരണമെങ്കിൽ to become fruitful, ഒറ്റപ്പെടലുകൾ ഉണ്ടാകാം. you have to become lonely. അവിടെ നിന്ന് എന്തൊക്കെ സംഭവിച്ചെന്ന് നമുക്കറിയാം. So we know what all happened to Joseph. 17-ാമത്തെ വയസ്സിൽ പ്രാപിച്ച ഒരു ദർശനത്തിന്റെ പൂർത്തീകരണം എന്നാ ഉണ്ടായെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. 30-ാമത്തെ വയസ്സിലാ. He received the vision at age 17, but the vision became fulfilled at age 30. ജീവിതത്തിൽ ഒറ്റപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഫലപ്രദമാക്കി തീർക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. If you've become lonely in your life, remember God has a plan to make you fruitful. എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. അപ്പൻ സ്നേഹിച്ചതാ. His father loved him. That was the issue. അപ്പൻ സ്നേഹിച്ചതാ. His father loved him. 18 വർഷം മുൻപ് പാൽഗറിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞാൻ പോയതാ. I went for missions 17 years ago. IPCയോടുള്ള ബന്ധത്തിൽ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നേ. I was with the Indian Pentecostal Church at that time. പക്ഷെ ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്കാകട്ടോ. But today still I am by myself. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഈ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്. മലയാളം കൂടിയ പിന്നെ മലയാളമേ പറയൂ.
Our Malayalis have an issue. If you come together, you will only speak in Malayalam. ഹിന്ദിക്കാരായവർ ഇവർക്ക് വലിയ അങ്ങോട്ട് കണ്ടുകൂടാ. Hindus don't, people who speak Hindi don't love that very much. പക്ഷെ ഞാൻ എവിടെ ചെന്നാലും ഇവരുടെയൊക്കെ മുമ്പിൽ ചെന്നാൽ മലയാളം പറയത്തില്ല. When I go before these people who are Hindi speaking, അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. I don't speak Malayalam before them. For that I became lonely. ഹിന്ദി പാസ്റ്റേഴ്സിന് വേണ്ടി നിന്നത് കൊണ്ട് തന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. Because I stood for some Hindi speaking pastors, I've been lonely. ഒരു കാര്യം ഞാൻ പറയാം. I'll say one thing. നീ ഒറ്റപ്പെടുന്നെങ്കിൽ അവിടെ ഒരു അനുഗ്രഹമുണ്ട്. If you are lonely, there is a blessing there too. ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ വന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ ഫലപ്രദമാക്കി തീർക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. Those of you who have been experiencing loneliness in your life, God has a plan to make you fruitful. എല്ലാം പറഞ്ഞ് അവിടെ നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അവിടുന്ന് 39 അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസഫ് ഫലപ്രദമായത് എങ്ങനെയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. In chapter 39 we read about how Joseph became fruitful. വായിക്കാൻ സമയമില്ല. 6, 7, 10, 12, 11, 12, 13 അങ്ങോട്ട് മൊത്തം വായിച്ചു നോക്കിക്കോ. അവിടെ യോസഫ് എങ്ങനെ ഫലപ്രദമായതെന്ന് അറിയാൻ കഴിയും. From 39 verse 9 onwards we can read how he became fruitful. പോത്തിഫേറിന്റെ ഭവനത്തിൽ എത്തപ്പെട്ടു. He came to the house of Potiphar. അതിനു മുമ്പുള്ള സംഭവം നിങ്ങൾക്കറിയാം. മിസ്രൈമെ കച്ചവടക്കാർക്ക് വിറ്റു. കച്ചവടക്കാർ അവരിൽ നിന്നും പോത്തിഫേർ വാങ്ങിച്ചു. തന്റെ ഭവനത്തിൽ നല്ല അധികാരിയായി, നല്ല ശ്രേഷ്ഠനാക്കി, നല്ല പോലെ അവിടെ ആക്കി വെച്ചു. പക്ഷേ ഒരു പ്രശ്നം വീട്ടിനകത്തുണ്ടായി. He was sold to the Midianites and then he came to the house of Potiphar. But in the house of Potiphar there became an issue. അപവാദിയാക്കപ്പെട്ടു. അപവാദമേൽക്കേണ്ടി വന്നു. He had to take some blame in the house of Potiphar. ഇവിടെ പ്രശ്നം. That's where the problem began. ഇന്നലത്തെ ഒറ്റപ്പെടലുകൾ പ്രശ്നമില്ലായിരുന്നു. Yesterday's loneliness was okay. പക്ഷേ ഇന്ന് സംഭവിച്ചത് അപവാദമേൽക്കേണ്ടി വന്നു. But today he has to accept some blame. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും അപവാദമേൽക്കേണ്ടി വന്നാലോ? നിങ്ങൾക്ക് എങ്ങനെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപവാദമേൽക്കേണ്ടി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? When you have to accept blame, what is the state of your mind? നമ്മൾ ചെയ്തതായിരിക്കത്തില്ല. It's maybe nothing that we did. നമ്മൾ അറിഞ്ഞതായിരിക്കത്തില്ല. It may be nothing that we knew. അതാ നേരത്തെ ഞാൻ പ്രസംഗിക്കുന്നത് ഞങ്ങളോടാകട്ടോ, പാസ്റ്റേഴ്സിനോടാ. I'm speaking to our own pastors. ഒത്തിരി അപവാദം സഹിക്കേണ്ടി വന്നവരാ പാസ്റ്റേഴ്സ്. Pastors often experience very much blame. വിളിച്ച ദൈവം വിശ്വസ്തനാകട്ടോ. But the Lord that called us all is faithful. വഴിയിൽ വലയാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. He will not let you fail on the road. ഏതെങ്കിലും തരത്തിൽ അപവാദം ജീവിതത്തിൽ നിങ്ങൾ ഏറുന്നുണ്ടെങ്കിൽ, if you've had to experience blame in your life, ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് അപവാദം പറയുന്നുണ്ടെങ്കിൽ, if you've had to experience blame in your life, പേടിക്കണ്ട. do not be afraid. നീ പ്രാപിച്ചൊരു ദർശനമുണ്ട്. There is a vision that God gave you. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. We should pray before God. അപവാദത്തിന്റെ നടുവിൽ പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. Even in between the blame, God is able to work for us. ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, children of God who worship God. ഞാൻ ഒരു കാര്യം ഒന്ന് അവിടെ നിർത്തി പറയാം. Let me slow down and say this. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, if you pray, നീ ദൈവസന്നിധിയിൽ സമയം ചെലവിടുന്നവനാണെങ്കിൽ, if you spend time before God, ഒരു അപവാദത്തിനും നിന്റെ മേൽ ജയം പ്രാപിപ്പാൻ കഴിയത്തില്ല. no blame can take authority over you. ആരൊക്കെ അപവാദം പറഞ്ഞോട്ടെ, whoever speaks ill of you. നമ്മുടെ ആരാധനയ്ക്ക് നമ്മൾ എത്രമാത്രം സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. I don't know how much priority we give to the presence of God. ജീവിതത്തിൽ ഒരു ആരാധന പോലും മുടക്കാത്തവരുണ്ടോ? Are there folks here who do not skip worships? ഏതെങ്കിലും രോഗം വന്നിട്ട് കുഴപ്പമില്ല. If you got sick, you weren't able to come, okay. ഇപ്പൊ നമുക്ക് സൺഡേ ആണല്ലോ ആരാധന ഉള്ളത്. On Sundays, of course, we have worship. ചില കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സൺഡേ മാത്രമേ ആരാധിക്കാന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? Someone came and asked me the other day, is there anywhere that it says we can only worship on Sunday? ഞാൻ പറഞ്ഞു, എവിടെ എഴുതി വെച്ചിട്ടില്ല, 7 ദിവസവും ആരാധിക്കാം. പക്ഷെ എനിക്ക് അവധി കിട്ടുന്നത് ഞായറാഴ്ച, അന്ന് ഞാൻ ആരാധനയ്ക്ക് വരുന്നു. So I know I have day off on Sunday, so I come to worship on Sunday. ഇവിടെ ആരാധന ഒരു ദിവസം പോലും മുടക്കാത്ത, മനഃപൂർവ്വമല്ലാതെ മുടക്കാത്ത ആരെങ്കിലും ഉണ്ടോ? Is there anyone here who does not skip worship on purpose? എൻ്റെ ചർച്ചിൽ ഒരു ബ്രദർ ഉണ്ട്, 20 വർഷമായി കർത്താവിനെ ആരാധിക്കുന്നു. There's a brother in my church who's been with us for 20 years. ഇന്ന് വരെ ഒറ്റ ആരാധന മുടക്കിയിട്ടില്ല. To this day he has not skipped one worship. ഇന്ന് വരെ ഒറ്റ ആരാധന മുടക്കിയിട്ടില്ല. To this day he has not skipped even one worship. കഴിഞ്ഞ വർഷം ഞാൻ രോഗിയായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒരു ആരാധന എൻ്റെ മുടങ്ങി. I was sick last year and I was in the hospital. I missed one Sunday. ഇന്ന് വരെ ആരാധന മുടക്കിയിട്ടില്ല. Otherwise I have not missed a single worship session. നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? Is that something we're able to do? ജോലിക്ക് പോകണമെന്ന് ഞാൻ പറയത്തില്ല. I won't say don't go to work. ജോലിക്ക് പോകണം. You should go to work. ഞാൻ താമസിക്കുന്ന പാൽഗറില്
വെള്ളിയാഴ്ച ദിവസം മാത്രമേ അവധിയുള്ളൂ, ഞായറാഴ്ച അവധിയില്ല. Where we live, we only get off on Fridays, not off on Sundays. ഗൾഫ് കൺട്രീസ് പോലെ അവിടെ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം അവധി ദിവസമാണ്. Friday is our day off, like in the Middle East. അപ്പൊ വെള്ളിയാഴ്ച ചിലരൊക്കെ ആരാധനയ്ക്ക് വരും. So some people will come on Friday to worship. എന്നാൽ ഞായറാഴ്ച ചിലർക്ക് അവധിയില്ല. But on Sunday, a lot of folks don't have off. ഈ വെള്ളിയാഴ്ച ഞായറാഴ്ചയും വരാത്തവരുണ്ട്. So there are people who don't come on Friday or Sunday. ഇവന്മാരാ കള്ളന്മാര്. Those are the guys who are, ഒരു ആരാധനയ്ക്ക് പോലും പോകത്തില്ലെന്നേ. they don't come to any worship. പിന്നെ എന്തിനാ ഇത് രക്ഷിക്കപ്പെട്ടെ? Why did you become saved? കർത്താവിനെ അറിഞ്ഞ് ഇറങ്ങിയത് എന്തിനാ? Why did you separate yourself and come to the Lord? ഒരു ആരാധനയ്ക്ക് പോലും പോകത്തില്ല. You don't come to any worship. ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞു. ഇപ്രാവശ്യം ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ പറഞ്ഞിട്ടാ വന്നെ. I told them this when on my way here. മാസത്തിൽ ഒരിക്കലെങ്കിലും അവധി എടുത്ത് ആരാധനയ്ക്ക് വരാൻ പറ്റുമോ? You should take time off at least once a month and come to worship. എന്തിനാ ഇതിനൊക്കെ ഒന്ന് ചിലർ ചോദിക്കോ, എന്തിനാ ഇനി അവിടെ പോയി ഇരുന്നെങ്കിൽ ആരാധന, ഞങ്ങൾ വീട്ടിൽ ഇരുന്നങ്ങ് ആരാധിച്ചേക്കാം. Some people will say, why don't I just stay at home and worship? Why do I have to go to church? അതൊക്കെ ഈ മുട്ടാത്ത ഇറക്കങ്ങളാ കേട്ടോ. That's all an excuse. एक बहाना चाहिए ना. तो ദൈവത്തെ ആരാധിക്കാൻ ഒരു ദിവസം കർത്താവിന് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു അനുഭവം നമുക്ക് വേറെ ഇല്ല കേട്ടോ. There is no greater experience than giving one day of your week to the Lord. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, So I'll say this to your brothers and ഒരു sisters. ദിവസം പോലും ആരാധന മുടക്കരുത്. Do not skip worship. ഞങ്ങളുടെ ചർച്ചിൽ, എന്റെ ചർച്ചിൽ ഒരു കുഴപ്പമുണ്ട്. പാസ്റ്റർ ഇല്ലെങ്കിൽ മിക്കവാറും പേര് വരത്തില്ല. There is an issue in my church. If the pastor is not there, nobody will come to worship. പ്രാവശ്യം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടാ വന്ന, ഞാൻ 6 മാസമില്ല. പിന്നെ നിങ്ങൾ 6 മാസം ആരാധനയ്ക്ക് വരാതിരിക്കരുത്. എല്ലാ ആഴ്ചയും ആരാധനയ്ക്ക് പൊക്കോണം. അവരോട് ഞാനൊരു കള്ളത്തരം പറഞ്ഞു. ഞാൻ അവിടെ 2 ക്യാമറ വെച്ചിട്ടുണ്ട്, ആരൊക്കെ വരുന്നത് ഞാൻ അവിടെ ഇരുന്ന് നോക്കുമെന്ന് പറഞ്ഞു. I told my fellow churchgoers, you have to come to church. I'm going for 6 months. Do not skip worship. I'm watching you through these 2 cameras in the church, which is not true. ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. I did not do that. പക്ഷെ പറഞ്ഞിട്ടാ വന്നേക്കുന്നത്. But I did say that. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച 2-3 ആഴ്ചകളിലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. So these last 2 or 3 weeks, everybody has ഇനി attended. ക്യാമറ പേടിച്ചാണോ എന്നെ പേടിച്ചാണോ എന്ന് അറിയത്തില്ല. I don't know if they were afraid of me. I don't know why, but they came. നമുക്ക് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ പേടിച്ചിട്ടാ കേട്ടോ. We come to worship because we കർത്താവിന് fear the നന്ദി Lord. പറയാനാ നമ്മൾ വരുന്നത്. We come to worship to thank സ്തുതിയും God. ആരാധനയും കർത്താവിനായി. We come to worship and thank God. സ്തുതിയും മഹത്വവും കർത്താവിന് കൊടുക്കാനാ ഒരു ദിവസം നാം ദൈവസന്നിധിയിൽ വരുന്നത്. We come to give worship and praise to the Lord this one day. ഇന്ന് വന്ന് നമുക്കും തീരുമാനിക്കാൻ പറ്റുമോ? Can we make a decision today? കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, പ്രാർത്ഥിക്കണമെന്ന്. I said the other day, yes, we need to pray. 1 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കണം. It's good to pray 1 hour a day if you're അത് able. ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു. I said that you should select a time and pray 1 അതിന് hour. പറ്റിയ സമയവും ഞാൻ പറഞ്ഞു, രാത്രി 2 മണി. I told you the best time to pray, that's at 2 a.m. ഇനി രണ്ടാമത്തെ കാര്യമാണ് ആരാധന മുടക്കരുത്. Next, do not skip worship. ആരാധനയിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും വരാൻ ശ്രമിക്കണം. You should try to come to worship every single Sunday. യോസഫ് ഫലപ്രദമായത്, Joseph became fruitful how? അപവാദം ഏൽക്കേണ്ടി വന്നപ്പോൾ വെറുതെ മിണ്ടാതിരുന്നില്ല. When Joseph took blame, he did not sit there quietly. അപവാദിയായി ഇപ്പൊ എവിടാ കിടക്കുന്നേ? കാരാഗൃഹത്തിൽ. So because he took the blame, he came and sitting in prison. കൂടെ നിൽക്കാൻ ആരുമില്ല. Nobody's there with him. പക്ഷേ അവിടെയും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. But there also he gave worship and അവിടെ praise to ദൈവത്തെ God. ആരാധിച്ചു എന്നുള്ളതിന് തെളിവാണ് അവിടെ കിടന്ന 2 പേരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തേ. He even interpreted 2 people's dreams while he was in prison. അപ്പക്കാരുടെ പ്രമാണി, പാനപാത്രവാഹകരുടെ പ്രമാണി, അങ്ങനെ 2 പേരുടെ ദർശനം, അവർ കണ്ട സ്വപ്നം അങ്ങോട്ട് വിവരിച്ചു കൊടുത്തു. The baker and the cupbearer, he interpreted these 2 people's dreams while he was in prison. അങ്ങനെ യോസേഫ് ഫലപ്രദമായത് അപവാദമേൽക്കേണ്ടി വന്നപ്പോഴാ. He became fruitful when he took the blame. നീ അപവാദിയായി തീർന്നിട്ടുണ്ടെങ്കിൽ, അപവാദമേൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ നമ്മെ അപമാനിതരാക്കി ആരെങ്കിലും തീർത്തിട്ടുണ്ടെങ്കിൽ, ഇന്നു പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നിലൂടെ ഒരു നല്ല ഫലം പുറത്തു വരാനുണ്ട്. If you've had to take blame in the past and it wasn't your fault, remember, and if you have a vision, God will make you fruitful. വേഗത്തിൽ ഞാൻ പോട്ടെ. Let me keep moving. ഫലപ്രദമായത് He became fruitful മറന്നു കളഞ്ഞതുകൊണ്ട്. when others forgot about him. യോസഫ് ഫലപ്രദമായതേ When Joseph became fruitful, മറന്നു കളഞ്ഞതുകൊണ്ടാ. it was because others forgot him. അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹകരുടെ പ്രമാണി 2 പേരോട് പറഞ്ഞു, നിനക്കൊരുത്തനെ തട്ടിക്കളയും,
നിന്നെ വീണ്ടും തിരിച്ചെടുക്കും, ഒരുത്തനെ തിരിച്ചെടുക്കും. To the baker and to the cupbearer, he said, one of you will be killed and the other will be taken back into the house. പാനപാത്രവാഹകർ പ്രമാണിയോട് പറഞ്ഞു, നിന്നെ അവിടെ തിരഞ്ഞെടുക്കും, തിരിച്ചെടുക്കും. To the cupbearer, he said, you'll be taken back into the house. പക്ഷേ ആ വാക്യം ഒന്ന് വായിക്കണേ. Let's read that passage. 40-ാം അധ്യായം. Genesis chapter 40. അല്ല, 23-ാമത് വാക്യം. Let's read the last verse. 40 verse 23. നോക്കിക്കേ. The chief cupbearer, however, did not remember Joseph. He forgot കാരാഗൃഹത്തിൽ him. ഒരുമിച്ച് കിടന്നപ്പോഴേ When he sat in prison with Joseph, യോസഫ് അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു. Joseph did help him by interpreting a dream for him. രാജത്വം പ്രാപിച്ചു വന്നപ്പോ അവൻ അങ്ങ് മറന്നുപോയി. When he returned to his former നിന്നെ glory, മറന്നവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. there are many people who forgot you. ഒത്തിരി പേര് നിന്നെ മറന്നുപോയേക്കാം. Many people forgot you in the past. ഞാൻ ഇന്നും പറയും, But I'll say this. നമ്മളെ മറക്കാത്തൊരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. There is one who will not forget ഈ about us. ലോകത്തിലുള്ളവരെല്ലാം മറന്നുപോയാൽ Everyone in this world will forget you. പക്ഷെ മറന്നത് കൊണ്ട് ഒരു കുഴപ്പം അവിടെ സംഭവിച്ചു. But because he was forgotten, one good thing ആ happened. 41-ന്റെ ഒന്ന് വേഗത്തിൽ വായിച്ചോ. Let's read 41 verse 1. മതി, 2 സംവത്സരവും കൂടെ 2 more years അത്രേ passed. സംഭവിക്കത്തുള്ളൂ. ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അത്രേ സംഭവിക്കൂ. 2 more years passed. ആര് മറന്നാലും Whoever forgets you, മറക്കാത്തൊരു സ്വർഗം എനിക്ക് വേണ്ടിയുണ്ട്. there is a God who does not forget you. നമ്മളെ കർത്താവ് കൈവിടത്തില്ല. He will not let go of you. കർത്താവ് മറക്കത്തില്ലെന്ന്. He will not forget you. യോസഫേ, Joseph- നിനക്കൊരു ദർശനം ദൈവം തന്നിട്ടുണ്ട്. Joseph, you have a vision from the Lord. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്നാൽ If you are faithful before God, കൂടെ നിന്നവരെല്ലാം മറന്നു. everyone who is with you will forget you. ഇപ്പൊ സഹോദരങ്ങൾ ആരും ഓർക്കുന്നില്ല. His brothers even forgot about him. അപ്പനും ഇപ്പൊ ഏതാണ്ടൊക്കെ മറക്കാറായി. His father even forgot about him. കാരണം എന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. Of course, he cannot always remember him. കഷ്ടപ്പെട്ടു പോയില്ലേ. He was lost to his father. കൂടെ കിടന്ന അല്ലെങ്കിൽ ഒരേ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന അവന് വേണ്ടി ഒരു സഹായമൊക്കെ ചെയ്തു കൊടുത്തായിരുന്നു, അവനും മറന്നു. So the one guy who helped in the prison, he also forgot about him. ഒത്തിരി പേര് നമ്മളെ മറന്നു പോയിട്ടുണ്ട്. There have been many people who forgot you. നീ കംപ്ലൈന്റ് ഒന്നും പറയണ്ട കേട്ടോ. Don't complain for this reason. മറന്നവരൊക്കെ മറന്നോട്ടെന്നേ. If they forgot about you, that's okay. അവരൊന്നും ഓർക്കാതിരുന്നോട്ടെന്നേ. That's okay if they forgot you. എന്നാൽ ഓർക്കുന്നൊരു ദൈവമുണ്ട്. But there is a God who remembers you. അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ? Have you experienced this? ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. I experienced this, so I say മറന്ന് പലരും മറന്നുപോയപ്പോൾ this. Many people forgot me. ഈ ദൈവസഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം I ചെയ്യുന്നു. thank God for this church. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. We know you are praying for us. കഴിഞ്ഞ വർഷം നിങ്ങളിൽ നിന്ന് ഒരു നല്ല ഹെൽപ്പ് എനിക്ക് ലഭിച്ചു. Last year, I know you all helped me very much. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. I could never forget that. കാരണം ആ ഒരു സാഹചര്യത്തിൽ എനിക്കത് ആവശ്യമായിരുന്നു. In that circumstance, I needed that help. പലരും മറന്നപ്പോൾ സ്വർഗം നിങ്ങളെ ഓർപ്പിച്ചു. When many people forgot, the Lord reminded you. നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? Are you praying for the ministry in North India? സൗത്തിനെ ഓർത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, നോർത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. Even if you forget to pray for South India, please do remember to pray for North India. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, മഹാരാഷ്ട്രയിൽ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ പിന്നെ ഇനി അടുത്തൊരു പ്രാവശ്യവും കൂടി ഇവിടെ വരാൻ പറ്റുമെന്നൊന്നും ഗ്യാരണ്ടി ഒന്നുമില്ല. When I go back to Maharashtra, there is a possibility I won't ever be able to come back here. ഒരു പാസ്റ്ററെ കൊന്നാൽ 11 ലക്ഷം കിട്ടുമെന്ന് അവളെ പറഞ്ഞേക്കുന്നേ. You get 11 lakhs if you kill a minister in North India. ഒരു പാസ്റ്ററെ കൊന്നു കഴിഞ്ഞാൽ 11 ലക്ഷം കൊടുക്കും. You get 11 lakhs if you kill a man of God in India. കയ്യും കാലും തല്ലി ഓടിച്ചാൽ 5 ലക്ഷം. If you break his hands and legs, you'll get 5 lakhs. ഒറ്റ അടിയെ കൊടുത്തെങ്കിൽ 3 ലക്ഷം. If you just slap him, you'll get 3 lakhs. ഞങ്ങൾ ദൈവദാസന്മാർക്ക് അങ്ങനെങ്കിലുമൊക്കെ കിട്ടട്ടെന്നേ, അവർക്ക് കൊടുക്കട്ടെ, പൈസ അവർക്ക് കിട്ടുമല്ലോ, അടി ഞങ്ങൾക്കും കിട്ടും. The persecuted church is there in North ഞങ്ങളെ India. ഓർത്ത് പ്രാർത്ഥിക്കണം. Please pray for us. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മുൻപത്തെ ആഴ്ച ഞാൻ പറഞ്ഞു, ആദിവാസികളുടെ ഇടയിൽ ഞങ്ങൾക്കൊരു പ്രവർത്തനമുണ്ട്. We speak among the tribals there in North India. അവിടെ എല്ലാരും ജോലിക്കാരാ, കർഷകരാ. They're കാം കർണേ വാല. കിസാൻ ബ്രദറിന് അറിയാൻ മനസ്സിലാവണ്ടേ. They're farmers that I'm serving there in North India. അവര് എല്ലാ ആഴ്ചയും ആരാധനയ്ക്ക് വരും കേട്ടോ. They will come every Sunday to worship. എപ്പോ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും വരും. When you call them to prayer, anytime they come. ഞാൻ പോയി വരുന്ന ഒരു പാസ്റ്റർ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നില്ല. I just go travel there and come back. ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് നിന്ന് 40 കിലോമീറ്റർ ദൂരമുണ്ട്. It's 40 kilometers away from where I live. എല്ലാ ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞ് പോകും. Every Sunday I go there in the afternoon. രാവിലെ പാൽഗറിൽ ഞങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്ത് ആരാധന
കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. After our morning service in Palgrad, I go over to there. എന്റെ കൂടെ ഒരു മറാഠി സഹോദരനുണ്ട്. There's a Marathi brother there with me. ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. We go by bike. പല പ്രാവശ്യവും ബൈക്കിൽ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. We've fallen asleep behind the bike before. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെ ഒന്നും സംഭവിച്ചിട്ടില്ല. By God's grace, nothing terrible happened. അവിടെ 3:30 ചെല്ലും. We get there by 3:30 afternoon. അവിടെ ഒരുമിച്ച് അവർ കടന്നു വരും കേട്ടോ. They'll all come there to worship. എത്ര ജോലി ഉണ്ടെങ്കിലും അവരും ആരാധനയ്ക്ക് കടന്നു വരും. ആരാധന മുടക്കത്തില്ല അവര്. No matter how busy they are, they will come to worship. അവര് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവരാണല്ലോ എന്ന് നിങ്ങൾ പറയുമായിരിക്കും. You'll say they are self-employed. പക്ഷെ അവരുടെ ഖേത്തിയിൽ അവർ ജോലി ചെയ്യുന്നെങ്കിലും അവര് വേഗത്തിൽ ആരാധനയ്ക്ക് വരും. And even though they have work, they will still come rushing to the presence of God. ഇനി ഞാൻ അവിടെ ചെന്നാ Now when I go back ചിലപ്പോൾ there, 2-3 ദിവസമൊക്കെ അവരോട് ഒരുമിച്ച് അവിടെ ആരാധിക്കും. I stay with them sometimes 2 or 3 ഫാസ്റ്റിംഗ് days. പ്രയർ ഒക്കെ വെക്കും. We do fasting prayers. എത്ര ദിവസം ഞാൻ അവിടെ ഉണ്ടോ അവർ അത്രയും ദിവസം എന്നോട് കൂടെ അവിടെ ഇരിക്കും. How many ever days I am there, they will be with me all those 3 days. അവർ വീട്ടിൽ പോകത്തില്ല. They won't go home. രാവിലെയും വൈകിട്ടും രാത്രിയിലും എല്ലാം അവിടെ ഇരുന്ന് എപ്പോ പാസ്റ്റർ പോന്നോ അന്നേരം അവരും പോകത്തുള്ളൂ. Whenever I leave, they'll leave. Otherwise, they'll be with me in prayer. ഇല്ലെങ്കിൽ ദൈവദാസനോട് ചോദിച്ചാൽ മതി അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് കേട്ടോ. Otherwise, ask your own pastor the mindset of the folks there. ദീർഘവർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ച ദൈവദാസനാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നേ. Our pastor did serve in North India many years. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവദാസനാ. I enjoy his company very much. ദൈവദാസനെ പുകഴ്ത്തി പറയുവല്ല. I am not praising him. ദീർഘവർഷങ്ങൾ നോർത്തിൽ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. He worked for the Lord many years in North India. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. Please continue to pray for നോർത്ത് us. ഇന്ത്യയിലെ മിനിസ്ട്രി ഈസി അല്ല. The ministry in North India is not easy. ഇന്നലത്തെ പത്രം വായിച്ചവർക്കറിയാം 2 കന്യാസ്ത്രീകളെ അവർ പിടിച്ചു വെച്ചേക്കുക ഛത്തീസ്ഗഡില്. ജയിലിലടച്ചു. There are 2 nuns that are now imprisoned in North അവിടെ India. ജോലിക്ക് വന്ന 2 കുഞ്ഞുങ്ങളെ അവരെ മനുഷ്യക്കടത്താണെന്ന് പറഞ്ഞ് മതം മാറ്റുന്നവരാണെന്ന് പറഞ്ഞ് 2 പേരെ പിടിച്ചകത്തിട്ടേക്കുകയാ. They came as laborers over there, but they took them to prison because they said they were trying to. എന്നാൽ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, എല്ലാവരും മറന്നാലും മറക്കാത്ത ഒരു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. Even if everybody forgets us, there's a God who will not forget us. യോസേഫേ, നീ ഫലപ്രദമായി തീരണമെങ്കിൽ Joseph, if you want to become fruitful, എല്ലാവരും മറക്കണം. everybody has to forget you. ആരെങ്കിലും മറക്കുന്നെങ്കിൽ നല്ലതാ കേട്ടോ. If someone forgets you, that's a good thing. നമുക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ ആരെയും മറക്കത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മറക്കുവോ? If somebody does something bad against you, you will never forget. You might forgive. ബ്രദറെ എന്നോട് ക്ഷമിച്ചേക്കണം. You'll say, oh, please forgive me. മറക്കുവോ? But will we forget? മറക്കുവോ? No, we will not forget. 10 വർഷം കഴിഞ്ഞിട്ട് പറയും, അന്ന് നീ എന്നോട് അങ്ങനെ ചെയ്തതാ, പിന്നെ നീ എന്തിനാ ക്ഷമിച്ചെന്ന് പറഞ്ഞേ? After 10 years, we'll say, oh, you did this to me. Why did you say sorry? എനിക്ക് ഇഷ്ടപ്പെട്ട യോസേഫിന് ഇഷ്ടപ്പെട്ട ഗുണം കൂടെ നിന്നവൻ മറന്നു കളഞ്ഞു. What I like about Joseph, the guy who was right next to him, he forgot him. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു കാണുമല്ലേ? They ate together probably in prison. ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരുന്നേ. They were doing all activities in prison together. ഒരു അപേക്ഷ ചെയ്തതാ, എടാ നീ ഒന്ന് രാജ്യത്വം പ്രാപിക്കുമ്പോഴേ എന്നെ ഒന്ന് ഓർത്തോണം. Joseph had one little request. When you return to the palace, please remember me. പക്ഷെ ഓർത്തില്ല. He did not remember him. 2 വർഷം കൂടെ കിടക്കേണ്ടി വന്നു. 2 more years passed. പക്ഷെ നിങ്ങൾ അടുത്ത അധ്യായം നോക്കിക്കോ. 41-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് ഓർത്തു. When we come to the end of chapter 41 Genesis, we read God did remember. ആരാക്കി മാറ്റുന്ന 41-ന്റെ 41 ഒന്ന് വേഗത്തിൽ വായിക്കണേ. Read chapter 41 verse 41. 40-ന്റെ 23-ൽ മറ്റുള്ളവർ മറന്നു കളഞ്ഞപ്പോൾ 41-ന്റെ 41-ൽ വായിക്കുന്നു. വായിച്ചോ? എന്തെന്ന്? എവിടത്തേക്കാന്ന്? ഒരു സഭയിലെ വാസ്ത്രാക്കി മാറ്റിയ നല്ല പറഞ്ഞേക്കുന്നേ. So Pharaoh said to Joseph, I hear വീട്ടിലെ അധികാരിയാക്കി മാറ്റിയ നല്ല പറഞ്ഞേക്കുന്നേ. He did not become a pastor. He did not become a ruler of a home. ഇസ്രായേൽ ദേശത്തിന് മുഴുവൻ മേലധികാരിയാക്കി മാറ്റിയെന്ന്. He became in charge of the entire land of Egypt. ആരെങ്കിലും മറന്നെങ്കിൽ ഓർത്തോ, ഞാൻ മേലധികാരിയാവും. If everybody forgot to remember, I will become a figure of authority. അപ്പം മറന്നത് നല്ലതിനാ കേട്ടോ. So it is a good thing he was forgotten. ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, അത് നല്ലതിനാ. If someone forgot to remember, that's a good thing. സ്വർഗ്ഗത്തിന് നിന്നെ ഉയർത്താൻ പദ്ധതിയുണ്ടെന്ന്. God has a plan to raise you. അയ്യോ, ഫറവോന്റെ അതേ അധികാരം അല്ലേ? Almost the same. അന്നത്തെ രാജാവിന്റെ അതേ അധികാരം. Almost the same authority as Pharaoh Joseph had. 2ാം സ്ഥാനമൊന്നും അല്ല കൊടുത്തേക്കുന്നത്, 1ാം സ്ഥാനം തന്നെ കൊടുത്തു. He got essentially the first spot. മനുഷ്യൻ മറന്നാൽ, even if people forget you. ഇനി ഞാനൊരു കാര്യം ചിന്തിക്കുക. Now I'm thinking one more thing. അഥവാ ഇവൻ ഓർത്തിരുന്നെങ്കിൽ, say he did remember him. ഫറവോനോട് പോയി പറഞ്ഞിരുന്നെങ്കിൽ, say the cupbearer did remember him and told Pharaoh,
ഏതെങ്കിലും ഒരു സാധനം കൊടുത്തേനെ അല്ലേ? He might have received some small role. ഒരു മന്ത്രിയാക്കി തീർത്തേനെ. He may have become a little prince. ഏതെങ്കിലും ഒരു ചെറിയ ഡ്യൂട്ടി കൊടുത്തേനെ. It may have been a little bit of an authority position that he got. മനുഷ്യൻ റെക്കമെൻഡ് ചെയ്ത് വിട്ടാൽ അങ്ങനെ കിട്ടത്തുള്ളൂ. When human beings recommend you, that's പക്ഷെ all you'll get. തമ്പുരാൻ റെക്കമെൻഡ് ചെയ്തപ്പോൾ But what the Lord is in charge of, when the Lord recommends you, ദേശത്തിന്റെ അധികാരിയാക്കി മാറ്റിയെന്ന്. when God recommends you, you become the prince of the whole palace. നിങ്ങളെ ആരെങ്കിലും മറന്നെങ്കിൽ, If people forgot you, അപവാദം ഏൽക്കേണ്ടി വന്നെങ്കിൽ, if you had to accept blame, ഒറ്റപ്പെടുത്തലുകൾ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ, if you've experienced loneliness, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, let me say this one more time. കർത്താവിനെ ആരാധിക്കാൻ നീ തയ്യാറാണെങ്കിൽ, Be ready to worship നീ God. പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, Be ready to spend time in prayer. നീ ഒറ്റയ്ക്കായിക്കോട്ടെ, പ്രശ്നമില്ല. You will be lonely, that's okay. ആരെല്ലാം എന്തെല്ലാം അപവാദം പറഞ്ഞോട്ടെ, Let anyone say whatever blame on you. ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിക്കോട്ടെ, Let them single you out. മറന്നുപോയോട്ടെ, Let them forget about you. പേടിക്കണ്ട. Do not be afraid. നിനക്ക് വേണ്ടി സ്വർഗം എഴുന്നേൽക്കും. The Lord will rise for you. കർത്താവ് എഴുന്നേറ്റപ്പോഴേ When the Lord rose on his യോസഫിനെ behalf, സെർട്ടനാക്കി മാറ്റി. യോസഫിനെ സെർട്ടനാക്കി മാറ്റി. Joseph became someone great. ആ ദേശത്തെ അധികാരിയാക്കി മാറ്റി. Joseph became an authority in Egypt. അവിടം കൊണ്ടൊന്നും തീർന്നില്ല. It did not stop there. ആരൊക്കെ തന്നെ നിന്ദിച്ചോ, Who all came and blamed him? ആരൊക്കെ അപവാദം പറഞ്ഞോ, Who all spoke ill of Joseph? ആരൊക്കെ മറന്നു കളഞ്ഞോ, Who all forgot Joseph? അവരെല്ലാം ഇപ്പൊ എന്തോ ചെയ്തേ? What are they doing now? നേരത്തെ അവന് ഷൂ ഒന്ന് കെട്ടാൻ പോലും കുനിയത്തില്ലായിരുന്നു. Back in the day, they would not even come സ്വന്തം down ഷൂവേ. to tie his own shoelace. പക്ഷെ ഇപ്പം യോസഫിന്റെ മുമ്പിൽ വന്ന് നെടുമ്പാട് വീണ് But കിടക്കുക. now his brothers are bowing down completely before him. കുഴിയിൽ വീണതേ, When he fell into the pit, പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ പോയതേ, when Joseph was in the house of Potiphar, കച്ചവടക്കാർക്ക് വിറ്റതേ, when he was sold to the Midianites, അപവാദം ഏൽക്കേണ്ടി വന്നതേ, when he accepted blame, കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നതേ, when he fell into prison, ദീർഘവർഷങ്ങൾ ഇങ്ങനെ അലയേണ്ടി വന്നതേ, when he had to have trouble all those years, നന്മയ്ക്കാണെന്ന്. it was for his own blessing. Amen. എന്റെ വാക്കുകൾക്ക് അവസാനം ഇടാൻ പോകുക. I'm going to quit. I'm going to stop here. എനിക്ക് തന്നിരിക്കുന്ന സമയം തീർന്നു. I'm going to stop here. മതി, ഇത്രയും കേട്ടാ മതി. This is all for today. ഇതുകൊണ്ട് നമ്മൾ റെഡി ആയില്ല, പിന്നെ ഇനി റെഡി ആവുന്നില്ല. If this is not enough, then nothing will be enough. ഒത്തിരി കേട്ടിട്ടൊന്നും കാര്യമില്ല. There's no benefit in hearing too much. കുറച്ച് കേട്ടാ മതി. You need to just hear a little bit. മാനസാന്തരപ്പെടണം നമുക്ക്. We have to come back to the Lord. ദൈവസന്നിധി നമുക്ക് കടന്നില്ല. Let's go back to the presence of നമുക്ക് God. പ്രാർത്ഥിക്കാം. Let us pray. നമുക്ക് ഫലപ്രദമായി തീരാം. Let us become fruitful. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. Continue to pray for us. ഞങ്ങൾക്ക് ഇതുപോലൊരു നല്ല കൂട്ടമുണ്ട് കേട്ടോ. We have a wonderful time of fellowship there in India. പക്ഷെ ആരാധിക്കാൻ സ്ഥലം കുറവാ. But we don't have much space to worship. ഇവിടെ ഇത്രയൊക്കെ അടിച്ച് ഞാനൊന്ന് താഴോട്ട് പോയി നോക്കി, എന്റെ ദൈവമേ, ഈ ഭൂലോകം മൊത്തം ഇളക്കി സൗണ്ട് ഇവിടെ. I went downstairs. This place gets very loud when we worship here. ഈ ഒരൊറ്റ ഉപകരണവും ഞങ്ങൾക്കില്ല. We don't have any of these mic sets. ആകെ എന്റെ ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ. We have just my voice. എന്നിട്ടും പ്രശ്നമാ കേട്ടോ അവിടെ. And still there is problem and opposition. പാട്ട് പാടാതെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു വർഷം ഞാൻ ആരാധിച്ചു പാട്ട് പാടാതെ. Without singing a song, we worshiped for 1 year. പാട്ട് പാടാൻ പറ്റത്തില്ല. പാട്ട് പാടിയ തൊട്ടപ്പുറത്തോൻ ഓടി വരും, ഓയ് നിർത്തുന്നു പറയും. When you worship, when you sing a song, they will come from the neighbor, will come and say, do not worship. അവിടെ ഇപ്പൊ ആരാധിക്കാൻ ഇരിക്കാൻ സ്ഥലം പോരാ. Now there isn't much space to worship. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. Please pray for us. തൊട്ടടുത്തുള്ള സ്ഥലവും കൂടെ ഞങ്ങൾക്ക് വാങ്ങിക്കണം. We want to buy the land right next to us. അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുക. We are claiming it in God's name. കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. There's nothing the Lord can't do. ഒന്നുമില്ലായ്മ സ്വർഗ്ഗം ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നു. God brought us from nothing. ഇവിടെ ജെയിംസ് സാറിനൊക്കെ അറിയാം, 3 പേരെ ഞാൻ ചെല്ലുമ്പോഴും 2 ഫാമിലി. James brother knows here there was only 1 or 2 families there. ആദ്യം എനിക്ക് തന്നത് ഒരു മറാഠി ഫാമിലി. First was a Marathi family that came to our church. ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. They don't know the language. They didn't know much at all. ആ വീട്ടിൽ എല്ലാ ദിവസവും പോകും. We would go there every single day. ആ മറാഠിക്കാരൻ എന്നെ ചീത്ത വിളിക്കും. That man would curse me. അവൻ വിളിക്കുന്ന ചീത്തയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. And I didn't know if he was cursing me or not because I didn't know the language. പക്ഷെ ഒരു കാര്യം ചെയ്യും. But one thing he would do. അദ്ദേഹം ആ കട്ടിലിൽ കിടക്കുമായിരിക്കും. He might be laying down there. ഞാൻ ഇവിടെ മാറിയിരുന്ന് പ്രാർത്ഥിക്കും. I would sit next to him and pray. 4 വർഷം പോയി കേട്ടോ. 4 years passed like that. ചീത്ത കേൾക്കാനാ പോയെ. And I was getting cursed all those 4 years. ചീത്ത പഠിക്കാനല്ല പോയെ, ചീത്ത കേൾക്കാനാ പോയെ. I went to hear the cursing from this man. കേട്ടു കേട്ടോ. I did hear. പക്ഷേ 4-ാം വർഷം കർത്താവ് തന്നെ തൊട്ടു. But the 4th year the Lord touched him. അവൻ അതേ വർഷം സ്നാനപ്പെടാൻ തീരുമാനിച്ചു. That same year he became baptized. കൈകളൊക്കെ വിറക്കിയ, കാരണം ഇപ്പൊ നേരത്തെ പോലെ വെള്ളവടിയില്ല. His hands are shaking now because he stopped drinking. ഇന്നാളെ സ്നാനവാ. Tomorrow is his baptism. ഇന്ന് രാത്രി ആയപ്പോൾ താൻ രോഗിയായി മാറി. The day before his baptism he became പക്ഷെ sick. ഞങ്ങൾ ദിവസത്തിൽ പ്രാർത്ഥിച്ചു. We prayed before God then. താൻ വരാൻ കാരണമുണ്ട്. There's a reason he came to the Lord. താൻ എപ്പോ ഛർദ്ദിക്കുന്നോ, എപ്പോഴ്
പുറത്തൊക്കെ ഛർദ്ദിച്ചാലും ബ്ലഡാ പുറത്തു വരുന്നേ. Anytime he vomited, he would be vomiting blood. ഇവിടെ നല്ലതൊന്നും അല്ലല്ലോ ഇവര് കുടിക്കുന്നേ. It's all very poor. ഗാവിലെ സാധനമല്ലേ, വെള്ളം അടിച്ച് മൊത്തം പോയെന്നകത്തത്. So he was a drunkard, so his liver was all messed up. ഡോക്ടർ പറഞ്ഞു രക്ഷയില്ല, ബോംബെ കൊണ്ടുപോയിക്കോളാൻ. The doctor said, take him to Bombay. There's no എന്റെ hope അടുത്ത് for വന്ന് him. പാസ്റ്ററെ ഞങ്ങൾ എങ്ങനെ പോകും, പൈസയൊന്നും ഇല്ല കേട്ടോ. So he didn't have money. He came to me begging for പുള്ളി ഒരു help. കാര്യം ചെയ്തു, വീട്ടിലൊരു ടി വി ഒക്കെ ഉണ്ടായിരുന്നു, കുടിക്കാൻ വേണ്ടി ഇതെല്ലാം കൊടുത്തു. He sold the TV in his house to buy alcohol. വീട്ടിൽ ഒരു സാധനവും ഇല്ല, എല്ലാം പിറകി വിറ്റ്. He sold everything in his house to buy alcohol. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. I told him I'll pray for him. ഒറ്റ പ്രാർത്ഥനയിൽ രോഗി സൗഖ്യമായി. In one prayer, that man was healed. 4 ആഴ്ച കുടിച്ചില്ല. 4 weeks he did not drink. 5ാമത്തെ ആഴ്ച വീണ്ടും കുടിച്ചു. In the 5th week, he did go and drink. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാൻ ഇവന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? I prayed to God, Lord, I prayed for this man. അവിടുന്ന് തുടങ്ങി കർത്താവ് ഓരോ ദിവസവും ആദരിച്ചു. Starting that day, God continued to bless ഞാൻ me. ഇങ്ങോട്ട് വരുന്ന ആഴ്ചയിലും ഒരു കുടുംബം ഞങ്ങൾക്ക് വന്നു. Even the week that we were coming here, another family came to the Lord. ദൈവം എല്ലാ ദിവസവും ദൈവസഭയിൽ ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. Every day the Lord is adding to his numbers. പക്ഷെ ഞങ്ങൾക്ക് ഇരുന്ന് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. But we do not have the liberty to worship. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. Please pray for us. സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിക്കണം. We want to worship the Lord with freedom. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും കർത്താവ് നൽകണം. And the Lord has to provide the facilities for that. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. Thank you for the love that you've shown me. നോർത്ത് ഇന്ത്യ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും. ഒറ്റ കാര്യം, ആ അപേക്ഷയേ ഉള്ളൂ. Please pray for North India. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. Please pray for us every day. വളരെ പ്രതിസന്ധികളിലൂടെയാണ് ദൈവസഭകൾ കടന്നു പോകുന്നത്. We go through a lot of trouble and tribulation there. അതുകൊണ്ട് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. Please do pray for us. സമയം അനുവദിച്ച ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. Thank you to the man of God for this time. ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. Amen. May God bless us with these words. ആമേൻ.